ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബർത്ത്ഡേ വ്ളോഗാണ്. എൻ്റെ രണ്ടാമത്തെ മോളുടെ ബർത്ത്ഡേ ആണ്, 5th ബർത്ത്ഡേ ആണ്. അപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോ ഒന്നും ചെയ്യാത്ത. ഞാൻ ഷോർട്സായിട്ട് മാത്രം ഇങ്ങനെ ഇടാറേ ഉള്ളൂ. വ്ളോഗൊന്നും എടുക്കാനുള്ള ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അങ്ങനെ വ്ളോഗൊന്നും ചെയ്യാറില്ല. പക്ഷേ ഈ ബർത്ത്ഡേൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തു വെച്ചതുകൊണ്ട് ഞാൻ അതൊക്കെ കൂടിയിട്ട് ഒരു വ്ളോഗ് പോലെ ആക്കി ഇടുന്നതാണ്. അപ്പോൾ മോളുടെ പേര് സുഹാ സെബിൻ എന്നാണ്. അവൾക്ക് 5 വയസ്സായി. അവൾ ആദ്യം പറയായിരുന്നു അവളുടെ 5th ബർത്ത്ഡേക്ക് അവൾക്ക് മേമേഡ് തീമിൽ തന്നെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ വലിയ രീതിയിലൊന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ചെറിയ രീതിയിൽ അവളുടെ ആഗ്രഹമല്ലേ എന്ന് കരുതിയിട്ട് അവൾക്ക് ആ മേമേഡ് തീമിലുള്ള ആ ഒരു ഡ്രസ്സും അതുപോലെ ബലൂണും കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ മാത്രം ചെറിയ രീതിയിൽ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തതാണ്. പിന്നെ അന്ന് തന്നെ പ്രതീക്ഷിതമായിട്ട് എൻ്റെ ഉപ്പ, അതുപോലെ എൻ്റെ സിസ്സിൻ്റെ ഹസ്ബൻഡ്, പിന്നെ എൻ്റെ കാർന്നോരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും അറിയില്ലായിരുന്നു ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷമാണ് അവരിങ്ങനെ ബലൂണൊക്കെ സെറ്റ് ചെയ്ത് കണ്ടിട്ട് ചോദിച്ചത്, എന്താണ് ഇവിടെ ബലൂണൊക്കെ സെറ്റ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇന്ന് ബർത്ത്ഡേ ആണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് പിന്നെ അവർ വന്നതിന് ശേഷമാണ് പോയിട്ട് കേക്കൊക്കെ വാങ്ങിയതും പിന്നെ കേക്കൊക്കെ മുറിക്കുന്നതും. അപ്പോൾ ഈ ഡ്രസ്സും പിന്നെ ബലൂണും പിന്നെ ബലൂൺ സ്റ്റാൻഡ്, അതുപോലെ ടേബിൾ ഷീറ്റ്, ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ടെമു എന്നുള്ള ആപ്പിലാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. ടെമുവിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ അത് ചൈനയിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഐറ്റംസ് അതിൽ കിട്ടും. നമ്മളിവിടെ സാധാ ഷോപ്പിലൊന്നും പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള തീമിലുള്ള ഡ്രസ്സൊന്നും കിട്ടില്ല. ഈ മേമേഡ് തീമിലുള്ള ഡ്രസ്സൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഈ ടെമു എന്ന് പറഞ്ഞ ആപ്പിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് കിട്ടും. നമ്മൾ വിചാരിച്ച പോലെയുള്ള ഐറ്റംസൊക്കെ കിട്ടും. അങ്ങനെയാണ് ഞാൻ അതിൽ സെർച്ച് ചെയ്തിട്ട് ഈ ഒരു മേമേഡ് തീമിലുള്ള ഡ്രസ്സൊക്കെ അവൾക്ക് സെറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അവളുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ മേമേഡ് തീമിലുള്ള ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പക്ഷെ അവളോട് പറയാതെയാണ് ഞാൻ അത് സർപ്രൈസായിട്ട് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ട് ഒരു 7 days ഒക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഡ്രസ്സ് കിട്ടുന്നത്. അത് കിട്ടിയതിന് ശേഷമാണ് അവൾ കാണുന്നത് കേട്ടോ. അതുവരെ അവൾ ഒന്നും അറിയില്ല. ശരിക്കും ഞാൻ പ്ലാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവൾ സർപ്രൈസായിട്ട് തന്നെ ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ സർപ്രൈസായിട്ട് തന്നെ ബർത്ത്ഡേൻ്റെ അന്ന് തന്നെ അവൾക്കത് സർപ്രൈസായി കൊടുത്ത് അവളെ അത് ഇടിയിപ്പിച്ചിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷെ എന്തോ കാരണത്താൽ ആ ഡെലിവറി ബോയ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചത് അവൾ ഉറങ്ങുന്ന ടൈമിലായിരിക്കും വരുന്നത്. രാവിലെ ആണെങ്കിൽ അവൾ ഉറങ്ങുന്നതായിരിക്കും, അപ്പോൾ അവൾക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഈവനിങ് ആയിപ്പോയി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡെലിവറി ബോയ് വന്ന സമയത്ത് അവൾ തന്നെ പോയി ഡോറ് തുറന്നു. പിന്നെ സാധനം കിട്ടിയപ്പോൾ അവൾ തന്നെ അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. പിന്നെ ഏതായാലും അങ്ങനെ പൊളിക്കേണ്ടി വന്നു. പൊളിച്ചിട്ട് പിന്നെ ഡ്രസ്സൊക്കെ കണ്ടു. അതുകൊണ്ട് ആ സർപ്രൈസൊക്കെ പൊളിഞ്ഞു. പിന്നെ അതിന് ശേഷം കുറേ പ്രാവശ്യമൊക്കെ അവൾ ആ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി. അതിന് ശേഷമാണ് പിന്നെ ഈദൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ബർത്ത്ഡേ വരുന്നത്. April 12 ബർത്ത്ഡേ ഉണ്ടായത്. പിന്നെ കേക്കൊന്നും നമ്മൾ തീം സെറ്റ് ചെയ്തതല്ല കേട്ടോ. കേക്ക് സാധാ ഒരു കേക്ക് നമ്മൾ കേക്ക് ഷോപ്പിൽ പോയിട്ട് വാങ്ങി ഒരു പേർപ്പിൾ കളറിലുള്ള കേക്കാണ് ഞാൻ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായത്. പക്ഷെ കിട്ടിയത് നമുക്ക് പിങ്ക് കളറിലുള്ളതാണ്. അപ്പോൾ തീമിലൊന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ കേക്ക് വാങ്ങി ഞാൻ ടെമുവിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കേക്ക് ടോപ്പർ, മേമേഡ് തീമിലുള്ള കേക്ക് ടോപ്പർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കുഞ്ഞു കുഞ്ഞു ഡോൾസ്. അപ്പോൾ അത് ഞാൻ ആ കേക്കിന് ഡോൾസ്, അപ്പോൾ ഞാൻ ആ ഡോൾസ് ഞാൻ ആ കേക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ആ കേക്കൊക്കെ കട്ട് ചെയ്ത് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഈവനിങ് നമ്മൾ ബീച്ചിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ബീച്ചിലേക്ക് വരാൻ കാരണം അവളുടെ ഒരാഗ്രഹമായിരുന്നു ഈ മേമേഡ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ബീച്ചിൽ കിടന്നിട്ട് ഫോട്ടോ എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം അവൾ തന്നെ പ്ലാൻ ചെയ്തത്, ഇങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് അവൾ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളോട് അത് പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വിചാരിച്ചതാൽ അത് ചെയ്തു കൊടുക്കാമെന്നുള്ള. അപ്പോൾ അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് വന്നതാണ്. അപ്പോൾ നമ്മളൊരു ഈവനിങ് ഒരു 5 o'clock ഒക്കെ കഴിഞ്ഞിട്ടാണ് ബീച്ചിലേക്ക് വരുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ ഭയങ്കര ചൂടാണ്. ചൂട് എന്ന് പറയാനില്ല, വെയിലാണ്, ഭയങ്കര വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഉച്ച ടൈമിലൊന്നും നമുക്ക് വരാൻ പറ്റില്ല.
അപ്പം നമ്മൾ വൈകുന്നേരം ആവുന്നത് വരെ വെയിറ്റ് ചെയ്തു. അങ്ങനെ വൈകുന്നേരമാണ് നമ്മൾ ബീച്ചിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ അജ്മാൻ കോർണിഷിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ അത്രയും പാർക്കിംഗ് പോലും നമുക്ക് കിട്ടിയിട്ടില്ല, അത്രയും ആൾക്കാരായിരുന്നു. ഭയങ്കര ക്രൗഡായിരുന്നു ബീച്ചിലൊക്കെ. നമ്മൾ വിചാരിച്ചതുപോലെയൊന്നും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം നമുക്കതിനുള്ള സ്പേസ് പോലും കിട്ടുന്നില്ല, അത്രയും ആൾക്കാരാണ് ബീച്ചിലുള്ളത്. നമ്മൾ ആദ്യം പോയ ഏരിയ എന്ന് പറയുന്നത് ഫുള്ളായിട്ട് ബാച്ചിലേഴ്സ് ഉള്ള ഒരു ഏരിയയിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തീരെ നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ അതിന് ശേഷം അവിടെ നിന്ന് മടങ്ങി ലാസ്റ്റുള്ള ഏരിയയിലേക്ക് പോയി. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ കുറച്ച് ഫാമിലീസൊക്കെ ഉള്ള ഏരിയ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെയും കുറച്ച് ഫോട്ടോ എങ്കിലും എടുക്കാൻ പറ്റിയത്. എന്നാലും നമുക്ക് അതിനുള്ള സ്പേസ് കിട്ടിയിട്ടില്ല. നമ്മൾ വിചാരിച്ച പോലെയുള്ള ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ആൾക്കാരുണ്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കൂടുതൽ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ കിട്ടിയ സ്പേസിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്കതത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടൊന്നുമില്ല. പിന്നെ ബീച്ചിലെത്തിയപ്പോൾ അവൾ ആ ഫോട്ടോ എടുക്കുന്ന ഇതൊക്കെ മറന്ന് പിന്നെ അവൾ കളിക്കാനുള്ള തിരക്കിലായിപ്പോയി. കാരണം വീട്ടിൽ നിന്ന് വരുന്നത് വരെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ ബീച്ച് കണ്ടപ്പോൾ പിന്നെ അവൾക്ക് ആ ഫോട്ടോ എടുക്കണം എന്നുള്ള ചിന്തയൊക്കെ മാറിയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കളിച്ചാൽ മതി എന്നായി. അപ്പോൾ പിന്നെ അവൾ ഫുള്ള് കളിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു 1 hour നമ്മൾ ബീച്ചിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അവൾ വെള്ളത്തിൽ വീണ് വായിലൊക്കെ കുറച്ച് വെള്ളം കയറി. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ പിന്നെ സ്റ്റോപ്പ് ചെയ്തത്. പിന്നെ അവളുടെ ഡ്രസ്സ് മൊത്തം നനഞ്ഞു മണ്ണൊക്കെ ആയതുകൊണ്ട് അത് താഴെ ഒരു നെറ്റ് വരുന്ന ടൈപ്പാണല്ലോ. അപ്പോൾ ഫുള്ള് മണ്ണൊക്കെ വന്നതിന് ശേഷം അവൾക്ക് എന്തോ ഒരു ഇത് പോയി അൺകംഫർട്ടബിൾ പോലെ തോന്നിയതുകൊണ്ട് നമ്മൾ പിന്നെ വാഷ്റൂമിലേക്ക് പോയി. അവിടുന്ന് ഡ്രസ്സൊക്കെ ഒന്ന് കഴുകി അതിന് ശേഷമാണ് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. പിന്നെ ബാങ്ക് കൊടുക്കുന്ന ടൈമും കൂടെ ആയതുകൊണ്ട് പിന്നെ കൂടുതൽ നിൽക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ബർത്ത്ഡേ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.